ഇന്ദു എന്റെ മോളാണ് അച്ചു. അവളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കുട്ടി ഇതുവരെ നിങ്ങളെ അന്വേഷിച്ചിട്ടില്ല. അവൾ അവിടെ ഡാഡിയെ അന്വേഷിക്കുന്നത്. കുട്ടികളല്ലേ അച്ചു, അവര് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അച്ഛൻ ഇന്ദുവിനെ വിളിക്കൂ, ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടു പോട്ടെ. നിങ്ങൾ ഇരിക്കൂ, ഞാനൊന്ന് ചോദിക്കട്ടെ. മകളെ അന്വേഷിച്ച് ജെയിംസിന്റെ ഭാര്യ വന്നിട്ടുണ്ട്. കുട്ടിയെ അവരുടെ കൂടെ അയക്കുന്നതല്ലേ നല്ലത്. ഒരു പ്രായം വരെ കുഞ്ഞുങ്ങളെ അമ്മമാരാ വളർത്തേണ്ടത്. ഫാദർ, എലിസബത്ത് എങ്ങനെയുള്ള ഒരു ഭാര്യയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരുത്തിക്ക് ഒരിക്കലും നല്ലൊരു അമ്മയാവാൻ കഴിയില്ല. എന്റെ കുടുംബത്തെക്കുറിച്ച് എത്ര മനോഹരമായ സങ്കല്പങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. എന്റെ കുഞ്ഞ്, അവളുടെ അമ്മ, എന്റെ വീട് എല്ലാം തകർത്തുകൊണ്ടല്ലേ അവൾ പോയത്. എന്തോ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ ആ സ്ത്രീയുമായി സംസാരിക്കും. വീണ്ടും നിന്നെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. മോളെ തിരക്കി എത്തിയതാണല്ലേ? അതെ, അവളെ തിരക്കിയാണ് ഞാനും ഇവിടെ എത്തിയത്. എന്റെ മോളെ ഇനി നിനക്ക് ഞാൻ തരില്ല. മോളെ എനിക്ക് വേണം. അവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. നിനക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ട്. ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനും കൂടെയുണ്ട്. നിനക്ക് ഇനിയും കുട്ടികളുണ്ടാവും. നിന്റെ കൂടെ ജീവിച്ച എനിക്ക് മറ്റൊരു സ്ത്രീയെ വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് എന്റെ മോളെ എനിക്ക് വേണം. എനിക്ക് എന്റെ ജീവിതത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അതെന്റെ മോളോട് മാത്രമേ ഉള്ളൂ. അവൾ എന്റെ കൂടെ നിൽക്കട്ടെ. ഇല്ല, എന്റെ കുഞ്ഞിനെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. മിസ്റ്റർ ജോസഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. എന്റെ ഭാര്യയായിരുന്നപ്പോഴും ഇവൾ പിടിവാശിക്കാരിയായിരുന്നു. ജോസഫ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവൾ പ്രസവിക്കും. അപ്പോ എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ ജോസഫ്? കഴിയില്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടുതരാൻ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും വിളിച്ചോണ്ട് പോകും. നിങ്ങൾ എന്നെ അപമാനിക്കാണല്ലേ? അഭിമാനമുള്ളവർക്കല്ലേ അപമാനം തോന്നൂ. ഞാൻ സുഖമില്ലാതെ ആശുപത്രി കിടക്കൽ കിടക്കുമ്പോൾ എന്റെ വീട്ടിൽ എന്റെ ബെഡ്റൂമിൽ ഈ മനുഷ്യനുമായി വ്യഭിചരിച്ചവളാണ് നീ. അന്ന് നിനക്ക് അപമാനം തോന്നിയില്ല അല്ലേ? നീ ഇവിടെ കയറി വന്നപ്പോ ഞാൻ നിന്നെ ചവിട്ടി ഇറക്കേണ്ടത്. എനിക്കെന്റെ കാല് നഷ്ടപ്പെട്ടു. ഈ കച്ചസ് കൊണ്ട് ഞാൻ നിന്നെ തല തല്ലി തകർക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഇറങ്ങിപ്പോ. ജെയിംസ്, നിങ്ങൾ എന്തിനു വഴക്കുണ്ടാക്കുന്നു? ഇന്ദു ആരുടെ കൂടെ പോണമെന്ന് അവൾ തീരുമാനിക്കട്ടെ. മോളെ കൊണ്ടുപോകാനാണ് ഡാഡിയും മമ്മിയും വന്നിരിക്കുന്നത്. മോക്ക് ആരെ വേണം? ഡാഡിയെ വേണോ മമ്മിയെ വേണോ? ഇന്ദു, വാ മോളെ. എനിക്കെന്റെ ഡാഡി മതി. മോളെ,
നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? മനസമാധാനം അന്വേഷിച്ച് എവിടെയൊക്കെയോ പോയി ഡാഡി. എങ്ങും കിട്ടിയില്ല. ഒടുവിൽ ഇവിടെ തന്നെ തിരിച്ചെത്തി. മോളെ, ആ ഗൗരി, നീ ഇതൊക്കെ എടുത്ത് മോളിൽ കൊണ്ടുപോയി വെക്ക്. മോളെ, നീ ഗൗരിയെ ഗൗരി എന്ന് വിളിക്കരുത്. ഇത്രയും കാലം അങ്ങനെയല്ലേ വിളിച്ചത്? ഇനി അങ്ങനെ വിളിക്കരുത്. നീ ഈ ബംഗ്ലാവ് കണ്ടോ? ഇതിന്റെ ചുവരുകൾ ഇത് പണിതിട്ട് 300 വർഷങ്ങളായി. നാടടക്കി ഭരിച്ചിരുന്ന എന്റെ പിതാമഹന്മാരിൽ ഒരാളാണ് ഇത് പണിഞ്ഞത്. ഈ തറവാടിന്റെ പേര് കേൾക്കാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. ഈ കുടുംബത്തിന് വലിയൊരു പാരമ്പര്യമുണ്ടായിരുന്നു. ഇവിടെ നിന്നും പുറത്തിറങ്ങുന്നവരോട് ആരാണെന്ന് മറ്റുള്ളവർ ചോദിക്കുമായിരുന്നില്ല. യജമാനെ എന്ന് വിളിച്ച് മാറി നിൽക്കും. ആ പാരമ്പര്യം നിലനിർത്താൻ ഞാനും ബാധ്യസ്ഥനായിരുന്നു. എന്റെ ഭാര്യ മരിച്ച ദിവസം ഈ ബംഗ്ലാവിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നു. അവൾ ഇവിടുത്തെ അടുക്കളക്കാരിയായി. ഇവിടുത്തെ യജമാനിൽ നിന്നും അവൾ ഗർഭം ധരിച്ചു. തറവാടിന്റെ മാനം കാക്കാൻ അതൊരു രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു. ആ യജമാനൻ ഞാനാണ്. ആ അടുക്കളക്കാരി ഗൗരിയാണ്. അവൾ ഗർഭം ധരിച്ച കുട്ടി നീയാണ്. അമ്മേ, ഈ കൈകൾ ഒരമ്മയുടെ വാത്സല്യം പകർന്നു തന്നപ്പോഴൊക്കെ ഇതെന്റെ അമ്മയുടെ കൈകളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഡാഡി, നിങ്ങൾ എങ്ങനെ വിളിക്കാൻ എനിക്ക് മടിയുണ്ട്. ഞാൻ ഇവിടുത്തെ വേലക്കാരിയുടെ മകളാണ്. എന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ നിങ്ങൾ എന്നെ അനുവദിച്ചില്ലല്ലോ. ഐ ഹേറ്റ് യു. മോളെ, നിങ്ങൾക്കറിയോ, നിങ്ങളെ ഓർത്ത് എന്റെ അമ്മ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാവണം. അതിന്റെ മുതലും പലിശയും നിങ്ങൾ എന്റെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണം. മോളെ, കഴിഞ്ഞതൊക്കെ മറക്കണം. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ പലതും മറക്കണം. അമ്മേ, അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒരു തെറ്റാണ് ഈ ഡാഡി നമ്മളോട് കാണിച്ചത്. ഇപ്പോഴാണ് ഡാഡിക്ക് എന്റെ അമ്മയെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞത്. ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്രമാത്രം ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു. എന്റെ ജീവിതം ഇങ്ങനെയാകുമായിരുന്നില്ല. എന്റെ അമ്മയെ സ്ഥിതിയിൽ എത്തിച്ചത്, എന്നെ ഇങ്ങനെയാക്കിയത് ഈ ഡാഡിയാണ്. മോള് മോളുടെ ഡാഡിയോട് ക്ഷമിക്കണം. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്ക് സന്തോഷമായി. ഇല്ലമ്മേ, അമ്മയ്ക്കത് കഴിയും, എനിക്കത് കഴിയില്ല. ആർക്കോ എവിടെയോ ജനിച്ച ഒരു അനാഥയാണ് ഞാൻ. എന്റെ ഡാഡി തന്നെയാണ് എന്നോടിത് പണ്ട് പറഞ്ഞത്. ഷേർലി, ഇനി നീ ഒന്നും മിണ്ടരുത്. ഇവിടുത്തെ വേലക്കാരിയല്ലേ ഇത് പറയുന്നത്, നിന്റെ അമ്മയാണ്.
മരുന്ന് കുടിക്കൂ. ഇപ്പോഴും പനിയുണ്ടോ? കുറവുണ്ട്. ഷെർലി, ഫാദർ, എന്നോട് ക്ഷമിക്കണം. കരയാതിരിക്കൂ. ദൈവം നിന്നോട് എന്നേ ക്ഷമിച്ചു കഴിഞ്ഞു. ഫാദർ, ഒരിക്കൽ അങ്ങേ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇന്ന് എന്നെ തന്നെ ഈ ആശ്രമത്തിന് തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടികളെ നോക്കി ഞാനിവിടെ കഴിഞ്ഞുകൊള്ളാം. അതിനെങ്കിലും ഒരു അവസരം തരൂ. ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഒരാൾക്ക് തോന്നിയാൽ അത് തടയാൻ ആർക്കും അവകാശമില്ല. എങ്കിലും ഷെർലി, ഒരു കുടുംബജീവിതമാണ് നിനക്ക് നല്ലത്. ജെയിംസ്, നമുക്ക് ഒരു പുതിയ അതിഥി വന്നിരിക്കുന്നു. ഷെർലി, നിന്നോട് മാപ്പ് ചോദിക്കാൻ. നിങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിക്കുന്നതിന് വേണ്ടിയായിരിക്കും ദൈവം നിങ്ങളെ ഇവിടെ എത്തിച്ചത്. നോ ഫാദർ, ഇനിയുള്ള എന്റെ ജീവിതം പ്രാർത്ഥനയും വായനയുമാണ്. എനിക്കും ഇനി എന്തിനാണ് ഫാദർ ഒരു കുടുംബജീവിതം? അങ്ങനെയല്ല ജെയിംസ്, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. അതായിരിക്കും ദൈവത്തിന്റെ വിധി. അല്ലെങ്കിൽ ജെയിംസിന്റെ ഭാര്യ എന്തിന് ജെയിംസിനെ ഉപേക്ഷിച്ചു പോയി? നിങ്ങൾ എന്തിനു വീണ്ടും പരസ്പരം ഇവിടെ വെച്ച് കണ്ടുമുട്ടി? പവിത്രമായ ഒരു സങ്കല്പമാണ് കുടുംബം. നിങ്ങളത് യാഥാർത്ഥ്യമാക്കും. എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമായി. ഞാൻ പോട്ടെ. ഷെർലി, അച്ചോ, 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 ഫാദർ,